കാസർഗോഡ് കുമ്പള അരിക്കാടിയിൽ ഹൈക്കോടതി ഉത്തരവ് വരുന്നതിന് മുൻപ് ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ ചർച്ചയ്ക്കെത്തിയവരോട് ജില്ലാ കളക്ടർ അപമര്യാദയായി പെരുമാറിയതായി സംയുക്ത സമരസമിതി നേതാക്കൾ പറഞ്ഞു. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട്. കാസർഗോഡ് കുമ്പള ആരിക്കാടിയിൽ ദേശീയപാത 66 മാനദണ്ഡങ്ങൾ ലംഘിച്ച് ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നിയമപോരാട്ടം തുടരുകയാണ്. കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ ഈ മാസം 27 മുതൽ ടോൾ പിരിക്കാനുള്ള നീക്കം ദേശീയപാത അതോറിറ്റി ആരംഭിച്ചിരുന്നു. സംഭവത്തിൽ ജനപ്രതിനിധികളടക്കമുള്ള സമരസമിതി നേതാക്കൾ കഴിഞ്ഞ ദിവസം ജില്ലാ കലക്ടർ കെ ഇമ്പശേഖറുമായി ചർച്ച നടത്താനെത്തിയപ്പോൾ മോശമായി പെരുമാറിയെന്നാണ് പരാതിയുയർന്നത്. ജില്ലാ കലക്ടർ അപമര്യാദയോടെ പെരുമാറിയെന്നും കോടതി വിധി വരുന്നതിന് മുമ്പ് ടോൾ പിരിക്കാനുള്ള നീക്കം തടയുമെന്നും CPIM കുമ്പള ഏരിയ സെക്രട്ടറി CA സുബൈർ പറഞ്ഞു. അവിടെ ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ജനപ്രതികളോട് സാമാന്യമായി പെരുമാറേണ്ട നിലയിൽ നിന്ന് വിഭിന്നമായിട്ടാണ് അദ്ദേഹം പെരുമാറിയത്. സംയുക്ത സമരസമിതി മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകി. ടോൾ പിരിവിന് അനുകൂലമായ നിലപാടാണ് കലക്ടർ സ്വീകരിക്കുന്നതെന്ന് മഞ്ചേശ്വരം MLA AK മഷറഫ് പറഞ്ഞു. ജനപക്ഷത്ത് നിൽക്കേണ്ട കാസർഗോഡ് ജില്ലാ കലക്ടറോട് ഇത് പറഞ്ഞപ്പോൾ കലക്ടർ ഇന്ന് സംസാരിച്ചത് NHന് അനുകൂലമായിട്ടുള്ള സംസാരമാണ് കലക്ടറിൽ നിന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അതേസമയം ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ആരോപണം നിഷേധിച്ച് രംഗത്ത് വന്നു. ഇല്ല നമ്മൾ അങ്ങനെ ഒരു നിലപാട് നമ്മൾ എപ്പോഴും എടുത്തിട്ടില്ല. ഈ റൂമിലേക്ക് വന്ന അകത്തേക്ക് വന്ന ആരും ഒരാൾക്കും ഞാൻ നീതി നിഷേധിച്ചിട്ടില്ല. ഒരാൾക്കും. ദേശീയപാതയിൽ 60 കിലോമീറ്റർ ദൂരപരിധിയിൽ മാത്രമേ ടോൾ ബൂത്തുകൾ സ്ഥാപിക്കാവൂ എന്ന മാനദണ്ഡം ലംഘിച്ചാണ് തലപ്പാടി ടോൾ ബൂത്തിൽ നിന്ന് 20 കിലോമീറ്റർ മാത്രം അകലെ ആരിക്കാടിയിൽ ടോൾ ബൂത്ത് സ്ഥാപിക്കുന്നത്. ദേശീയപാതയിലെ 2ാം റീച്ചിൽ നിർമ്മാണം വൈകുന്നതിന്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക ബാധ്യത അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് സംയുക്ത സമരസമിതി പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുന്നത്. കൈരളി ന്യൂസ്, കാസർഗോഡ്.